ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആക്ഷേപത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ചേർത്ത യുവതി ഒളിവിലെന്ന സൂചന. വടകര സ്വദേശി ഷിംജിതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. രാമന്തളിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചത്. ആരും പരാതി അറിയിച്ചിരുന്നില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചപ്പോഴാണ് വിവരം അറിയുന്നതെന്നും ബസ് ജീവനക്കാരടക്കമുള്ളവർ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40ഓടെയാണ് രാമന്തളിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് ഷിംജിതയും ദീപക്കും യാത്ര ചെയ്തത്. ഇരുവരും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ബസ്സിൽ കയറുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ആദ്യം ഷിംജിതയും 1 മിനിറ്റോളം കഴിഞ്ഞ് ബസ് വിടാൻ നേരം ദീപക്കും ബസ്സിനകത്ത് കയറി. മുന്നിലെ ഡോറിലൂടെയാണ് ഇരുവരും കയറിയത്. നല്ല തിരക്കായതു കാരണം ബസ്സിലെ CCTV ക്യാമറയിൽ ഇരുവരെയും കാണുന്നില്ല. മാത്രമല്ല ബസ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായി ആരുടെയും ശ്രദ്ധയിലുമില്ല. പഴയ ബസ് സ്റ്റാൻഡിലെത്തി പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം ആൾക്കാരെ ഇറക്കിയപ്പോഴും എന്തെങ്കിലും പ്രശ്നം ആരും ചൂണ്ടിക്കാട്ടിയിരുന്നില്ലെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. നമുക്ക് അവർ പരാതി തരുമോ, നമ്മുടെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നത്, 10-40 ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ CCTVയിൽ കാണാൻ ചാൻസ് കുറവാണ്. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ബസ് ഉടമയുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെട്ടത്. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.